10 തൊഴിലാളികളെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞ് തനിക്കിങ്ങനെ ടെൻഷൻ ആയാലോ? പ്രശ്നം അതല്ലടോ കുറുപ്പേ, ആ ചെറ്റയുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നതാ. അതിലെനിക്കും വിഷമമില്ലാതില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വാക്കിനെങ്കിലും മരുമകളുടെ ഗുണം കണ്ടല്ലോ. അതൊരടഞ്ഞ അധ്യായമാണ്. ആദ്യം അവനെ ഒരു പാഠം പഠിപ്പിക്കണം, ആ കുമാരനെ. ഒരു നേതാവ്. ദേ, കുമാരന്റെ കാര്യത്തിൽ നമ്പ്യാർ എടുത്തിയാടരുത്, അത് അപകടമാവും. അവൻ എന്റെ പാർട്ടിയോട് കൂറുള്ള യൂണിയന്റെ നേതാവാണ്. പാർട്ടിയിലാണെങ്കിൽ അവന് നല്ല സ്വാധീനവുമുണ്ട്. താനും പോക്കാടോ കുറുപ്പേ, തന്നെ വിശ്വസിക്കാനേ കൊള്ളില്ല. കുമാരനും അവന്റെ തന്തയൊന്നുമല്ല. ഞാൻ ആ ലക്ഷങ്ങൾ വാരിക്കോരി ചെലവഴിച്ച് തന്നെ MLA ആക്കിയത്. തന്റെ ജീവിതം പോലും എനിക്ക് കടപ്പെട്ടതാ. നമ്പ്യാരെ? അതെ, നമ്പ്യാരെ തന്നെ. എല്ലാ പട്ടികളെയും എനിക്കറിയാം. തന്നെ എന്നെ നോവിച്ചവനെ നിങ്ങൾ ഈ കൊലത്തിൽ എങ്ങോട്ടാ വിടുവനെ? എവിടാടാ അവള്, തന്റെ കെട്ടിയോള്? ഈ നമ്പ്യാരുടെ തത്സ്വരൂപം അവള് കണ്ടിട്ടില്ല. ദശാവതാരങ്ങളിൽ ഒന്നായിരിക്കും ഇതല്ലേ? അതേടാ, ഈ അനന്തൻ നമ്പ്യാർക്ക് 10 അല്ല 100 അവതാരമാ. കാണണോ നിനക്ക്? നീ ആരാടി? ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന പുണ്യാളത്തിയോ? നമ്പ്യാരെ, 2 സ്മോളം പിടിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു സീൻ ഉണ്ടാക്കാൻ എനിക്കും കഴിയും. ഇതൊന്നും വലിയ കഴിവല്ല. ഓടാ, എന്നെ പഠിപ്പിക്കാൻ താനാരാ? വീട്ടിൽ വന്നവൻ അവൻ എത്ര പീറയാണെങ്കിലും അടിച്ചിറക്കുന്നത് മോശമാണ്. എനിക്കത് ചെയ്യേണ്ടി വരും. എന്നാ തന്റെ ഊറ്റൊന്ന് കാണട്ടെ. നമ്പ്യാരെ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വരും വരുമെന്ന്. ഓടോ, ഇഷ്ടമാണ്. ഇത് നമ്പ്യാരുടെ വേറൊരു നമ്പരാ. പ്രിയ തൊഴിലാളി സഖാക്കളെ, സതേൺ ടൈൽസിലെ തൊഴിലാളികൾ ജോലി സ്ഥിരതയ്ക്കും അന്യായമായ പിരിച്ചുവിടലുമെതിരെ നടത്തുന്ന സമരം 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുമായി യാതൊരു അനുരഞ്ജനത്തിനും നമ്പ്യാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പകപോക്കിയും തൊഴിലാളികളുടെ മേൽ കള്ളക്കേസ് ചുമത്തിയും പ്രതികാര നടപടികളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ യൂണിയൻ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അനന്തൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ നാളെ മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇത് വിജയിപ്പിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നാളെ മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിന് നേതാവ് ഒരുങ്ങുകയാണല്ലേ?
ശ്രീദേവി, കുമാരന് ബോധം തെളിയാൻ ഒരല്പസമയമെടുക്കും. തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ബോധം തെളിയാൻ കുറച്ചുകൂടി നേരമെടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇൻസ്പെക്ടർ, കുമാരൻ ആക്രമിക്കപ്പെട്ടതിന്റെ പിന്നിൽ അനന്തൻ നമ്പ്യാരെ കൈകളാണുള്ളത്. സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കുന്നവരെ ഇമാതിരി കേസുകളിലേക്ക് എന്തിനാ മിസ്റ്റർ വലിച്ചിഴക്കുന്നത്? നമ്പ്യാരെ മാന്യനാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇൻസ്പെക്ടർ സ്വയം ചീപ്പാവരുത്. അനന്തൻ നമ്പ്യാരെ പ്രതിയാക്കി കേസെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുമാരന് പരാതി ഉണ്ടെങ്കിൽ അയാൾ എഴുതി തരട്ടെ, അപ്പോ പരിശോധിക്കാം. ഇക്കണക്കിന് മരിച്ചവൻ ശവക്കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് പരാതി എഴുതി തന്നാലേ അന്വേഷിക്കുള്ളൂ എന്ന് പറയുമല്ലോ. താൻ ആരോട് ഇതൊക്കെ പറയാൻ? ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പുണ്ടല്ലോ, എന്നെ പോലുള്ളവരുടെ നികുതി പണത്തിന്റെ ഭാഗമാ. പിന്നെ മാസാമാസം എണ്ണി വാങ്ങിക്കുന്നത്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഇതൊക്കെ സ്വന്തം വീട്ടിൽ ഭാര്യയോട് മതി.